എത്രയും പെട്ടെന്ന് മഹാദേവൻ അങ്കിളിനെ കൊണ്ട് കിരണിന്റെ കാര്യം സമ്മതിപ്പിച്ചെടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ പിന്മാറുന്നതിൽ അർത്ഥമില്ല കിരൺ. ആവശ്യക്കാരൻ നമ്മളാ. അതൊക്കെ ശരിയാണ്. എന്റെ അച്ഛൻ എന്നെ അംഗീകരിക്കണമെന്നും എനിക്കൊരു കുടുംബം ഉണ്ടാകണമെന്നും ഉള്ളിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി എന്നെ മകനെ അംഗീകരിക്കാത്ത ഒരാളെ എത്രയെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുന്നേ? കിരണിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യത്തിൽ കിരൺ പിന്മാറിയാലും ഞാൻ പിന്മാറില്ല. കിരണിന് കുടുംബം ഉണ്ടായി കാണണം എന്നത് എന്റെ വാശിയാണെന്ന് കൂട്ടിക്കോ. അഷിതയുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇതിനൊക്കെ മുൻപ് നമ്മൾ ചെയ്യേണ്ടത് ആ മേനോനെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യിക്കുക എന്നതാ. അതെ, എന്റെ കാര്യം വ്യക്തിപരമായ ആവശ്യം മാത്രമാണ്. പക്ഷെ മേനോന്റെ കാര്യം അങ്ങനെയല്ല. ഈ സമൂഹത്തിന് തന്നെ ആപത്തായ ഒരു മഹാവിപത്താണ് അയാൾ. അറിയാം. പക്ഷേ ചില സമയം നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാതെയും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ പൂർണിമേച്ചിയുടെ കാര്യമൊന്നും ഓർത്ത് നോക്കിയേ. നമുക്ക് വേണ്ടി ചേച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിലും പലപ്പോഴും തെറ്റുകാരിയെ പോലെ നിൽക്കേണ്ട അവസ്ഥ പോലും വരുന്നുണ്ട്. ശരിയാണ്. ചേച്ചി ഈ വിഷമിക്കുന്നത് നാണക്കേട് സഹിക്കുന്നതുമെല്ലാം എനിക്ക് വേണ്ടിയാ. ഞാൻ ചേച്ചിയുടെ അനുജനാണെന്നുള്ള ചിന്ത ചേച്ചിയുടെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാ പലപ്പോഴും പല പ്രശ്നങ്ങളിലും ചേച്ചി മൗനം പാലിക്കുന്നതെന്നും എനിക്കറിയാം. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതുവരെ ചേച്ചിയെ എതിർത്ത് ആരും ഇവിടെ സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മുന്നില് ചേച്ചി കുറ്റക്കാരിയെ പോലെയാ. അതെ, ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാവണം. ധ്വനിമോൾക്ക് അവൾ ആഗ്രഹിക്കുന്ന പോലെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒരുമിച്ച് കിട്ടണം. അതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാ. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഈ കാര്യത്തില് നിസ്സഹാരാണ് ദുർഗെ. അങ്ങനെ തോറ്റു പിന്മാറിയാൽ ശരിയാവില്ല. പൂർണിമേച്ചിയുടെയും സഞ്ജയ് ചേട്ടന്റെയും മനസ്സിൽ പരസ്പരം നല്ല സ്നേഹമുണ്ട്. പക്ഷെ അവരത് മനഃപൂർവ്വം പുറത്തു കാണിക്കാതിരിക്കുന്നതാ. നളിനിയമ്മ പറഞ്ഞത് കിരൺ ഓർക്കുന്നില്ലേ? ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ളൂന്ന്. നമ്മൾ മുൻകൈ എടുത്ത് അവര് തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക വേണ്ടത്. ദുർഗെ, അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റിയ ദിവസം നാളെയാ. നാളെ ചേച്ചിയുടെ ബർത്ത്ഡേയാ. ആ അതെ, അത് തന്നെ ഞാനും പറയാൻ വന്നത്. ഈ അവസരം നമ്മൾ പാഴാക്കരുത്. എന്ത് ചെയ്യാനാ ദുർഗയുടെ പ്ലാൻ? അതൊക്കെയുണ്ട്. വഴിയെ പറയാം.